ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഗ്രില്ലിൻ്റെ ഒരു റെസിപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിന് മുൻപ് കുറച്ച് ഒരു 2 വീഡിയോ മുമ്പായിട്ട് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എയർ ഫ്രയറിലാണ് നമ്മൾ ആ ചിക്കൻ ഗ്രില്ല് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതില്ലെങ്കിൽ എയർ ഫ്രയർ ബാസ്ക്കറ്റൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള എന്താ പറയുക, എയർ ഫ്രയർ വേണം, ഓവൻ വേണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് സാധാരണ ഫ്രൈ പാനിൽ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ എന്താ പറയുക, ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള മസാലകളെല്ലാം തന്നെ നമ്മൾ നേരത്തെ എയർ ഫ്രയറിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ എടുത്ത മസാലക്കൂട്ട് തന്നെയാണ്. ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നത് ഒരു ശകലം നാരങ്ങ നീര് മാത്രമാണ് കേട്ടോ. ബാക്കിയെല്ലാം തന്നെ സെയിം ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ അതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത്ര മാത്രമേ ഉള്ളൂ ഡിഫറൻസ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ എന്താ പറയുക, ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടെല്ലാം ഒരു പ്ലേറ്റിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 4 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാല നന്നായിട്ട് തന്നെ ഈ ഒരു ചിക്കൻ പീസസിലൊക്കെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 1 മണിക്കൂർ വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് ഫ്രൈ പാനിലാണ്. അപ്പോൾ ഇത് പാനിലേക്ക് എന്താ പറയുക, സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ശകലം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ പാനിലേക്ക് വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസൊക്കെ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ ഫ്രൈ പാനിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ സാധാരണ എന്താ പറയുക, ഔട്ട്ഡോറിലൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാറുണ്ടല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓവനും എന്താ പറയുക, എയർ ഫ്രയറും ഒന്നും ഇല്ലാതെ നമ്മൾ സാധാരണ ഫ്രൈ പാനിൽ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു സ്മോക്കി ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി നമ്മളൊരു ചെറിയൊരു കഷ്ണം എന്താ പറയുക, ചാർക്കോള്, ഒരു കരി കഷ്ണം നമ്മൾ ഒന്ന് കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ബൗൾ ഇവിടെ റെഡിയാക്കുകയാണ്. നമ്മൾ ഒരു അലുമിനിയം ഫോയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതൊരു പാത്രത്തിനകത്തേക്ക് വെച്ചിട്ട് ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലൊന്ന് മോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇതുപോലെ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ പാത്രം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ്റെ, ഇപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് ചിക്കൻ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളൊരു ചെറിയൊരു ചാർക്കോള് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഉടനെ തന്നെ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. ഒരു 5-10 മിനിറ്റ് വരെ നമുക്കിതുപോലെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഓവനും എയർ ഫ്രയറും ഒന്നും ഇല്ലാതെ നല്ല സ്മോക്കി ഫ്ലേവറിൽ നല്ല കിടുക്കാച്ചി രുചിയിൽ നമ്മൾ സ്റ്റൗ ടോപ്പിൽ ഗ്രിൽഡ് ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കും സംശയം വേണ്ട, നമുക്ക് എന്താ പറയുക, സ്റ്റൗ ടോപ്പിൽ ഫ്രൈ പാനിൽ നല്ല സൂപ്പറായിട്ട് തന്നെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താ പറയുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ സെലക്ട് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മൾ ന്യൂ ആയിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.